2 പതിറ്റാണ്ട് കാലമായി നമ്മൾ ഹോം അപ്ലയൻസിന്റെ വിൽപ്പന രംഗത്തുണ്ട്. അറിയപ്പെട്ട പല ബ്രാൻഡുകളും നമ്മൾ വിൽക്കുന്നുണ്ട്. ഈ ബ്രാൻഡുകളുടെ പലതിന്റെയും ചരിത്രം നമ്മൾ അവലോകനം ചെയ്തപ്പോ പല ബ്രാൻഡുകളും നമ്മെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലൊന്നാണ് ഗോദ്രേജ് ബ്രാൻഡ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വരെ ഗോദ്രേജ് കമ്പനി ഇടം നേടിയിട്ടുണ്ട്. 1897 ജംഷേദ് ഗോദ്രേജും ആർദർശർ ഗോദ്രേജുമാണ് കമ്പനിക്ക് രൂപം നൽകിയത്. ആർദർശർ ഗോദ്രേജിന്റെ നവീന ആശയങ്ങളും മഹാത്മാഗാന്ധിയുടെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള നിലപാടുകളും ഗോദ്രേജ് കമ്പനിയെ വിജയത്തിലെത്തിച്ചു. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളോട് ജനങ്ങൾക്കുള്ള വിരോധം ഗോദ്രേജ് കമ്പനി തിരിച്ചറിയുകയും മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലേബലിൽ ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഗോദ്രേജ് നിർമ്മിച്ചു. 1900 തുടക്കത്തിൽ വാതിലുകളുടെ ലോക്ക് നിർമ്മിച്ചുകൊണ്ടാണ് ഗോദ്രേജ് കമ്പനി വ്യാപാരത്തിലേക്ക് കടന്നത്. ലോക്കറിന്റെ കാര്യത്തിലും സ്റ്റീൽ അലമാരകളുടെ കാര്യത്തിലും ഗോദ്രേജിനോട് കിടപിടിക്കുന്ന മറ്റൊരു ഉൽപ്പന്നങ്ങളും ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് സത്യം. 1958 ആദ്യമായി ഇന്ത്യൻ നിർമ്മിത റെഫ്രിജറേറ്റർ ഗോദ്രേജ് വിപണിയിലിറക്കി. ഗോദ്രേജിനെ ഒരു വിശ്വസ്ത ബ്രാൻഡാക്കി. 1947 രാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ രേഖകൾ സൂക്ഷിച്ചത് ഗോദ്രേജ് കമ്പനി നിർമ്മിച്ചു നൽകിയ സ്റ്റീൽ അലമാരയിലായിരുന്നു. അതുപോലെ തന്നെ 1922 ഗാന്ധിജിക്ക് സബർമതി ആശ്രമം നിർമ്മിച്ചു നൽകുകയും അതിനുവേണ്ട സഹായങ്ങളും ഗോദ്രേജ് കമ്പനി നൽകുകയുണ്ടായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര പോരാട്ടങ്ങൾക്കാവശ്യമായ വൻതോതിലുള്ള സാമ്പത്തിക സഹായവും ഗോദ്രേജ് കമ്പനി നൽകുകയുണ്ടായി. ഇത്തരത്തിലുള്ള വാർത്തകളും സ്റ്റോറികളും ബിസിനസ് ഓഫറുകളും ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ പേജ് ഫോളോ ചെയ്യുക.